അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു. പക്ഷേ എനിക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ വരെ ഞാൻ അവിടെ തെറ്റിച്ചാണ് പറഞ്ഞത്. ജോലി കിട്ടില്ല എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ അറിയണത് വരെ തെറ്റിച്ച് പറഞ്ഞല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം. പിന്നെ പെട്ടെന്നുള്ള ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഗൂഗിൾ ചെയ്യാനുള്ളൊരു ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഓഫീസ് വരുന്നത്. അപ്പോൾ പിന്നെ വിഷമം കൂടി. കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു എന്നുണ്ടെങ്കിലും വെറുതെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് HR-നെ വിളിച്ച് നോക്കിയതാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട്, നെക്സ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ തിങ്കളാഴ്ച ആയിരിക്കും, എക്സൽ റൗണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഇതേ പറഞ്ഞു ലാപ്ടോപ്പും കൊണ്ട് എൻ്റെ ഹസ്ബൻഡ്. വേറെ ഒന്നുമല്ല, എനിക്ക് എക്സലിൻ്റെ ബേസിക്സ് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതും എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി തന്നതും എൻ്റെ ഹസ്ബൻഡാണ്. ആ ഒരു 2 ദിവസത്തിൽ ഞങ്ങൾ തല്ലിപ്പിരിയുന്ന വരെ ഞാൻ വിചാരിച്ചു. കാരണം അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് എനിക്ക് ഓരോന്ന് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഇൻ്റർവ്യൂ ടൈമിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ വലിയ കുഴപ്പമില്ലാതെ അറ്റൻഡ് ചെയ്തു. പക്ഷേ 2-3 ആഴ്ചയായിട്ടും HR-ൻ്റെ ഭാഗത്ത് നിന്ന് വേറെ അപ്ഡേറ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴൊക്കെ അവരെന്നോട് പറഞ്ഞത് മാനേജേഴ്സ് റിവ്യൂ ചെയ്തിട്ടില്ല, അവർ റിവ്യൂ ചെയ്തിട്ട് പറയുന്നതാണ്. ഇനിയിപ്പോൾ അത് കിട്ടുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം HR വിളിക്കുന്നത്.